ഹായ് ഫ്രണ്ട്സ്, ടേക്ടിക്സ് കുക്കിംഗ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഫ്രൈങ് പാൻ പോലുള്ള പാത്രങ്ങളിലെ അതിൽ ഓവൻ ഇല്ലാണ്ട് നമ്മുടെ സാധാരണ ഗ്യാസ് അടുപ്പിൽ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3/4 കപ്പോളം ചെറു ചൂടുവെള്ളം ചേർക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കണം. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇത് മൂടി വയ്ക്കും ഒരു പാത്രം കൊണ്ട്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് 2 കപ്പ് മൈദ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇത് മൂന്നും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് മാവാവുന്നവരെ നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു തോന്നുവാണെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തുമായിട്ട്. എണ്ണ എല്ലായിടത്തേക്കും തേച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഇതൊരു പാത്രം കൊണ്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റോളം ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ. ഇപ്പം 2 മിനിറ്റ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പോലുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ ഫ്രൈങ് പാൻ ഉണ്ടാവുമല്ലോ, ഇതിനേക്കാളും ഇത്തിരി ചെറുത് അല്ലെങ്കിൽ വീതി കുറഞ്ഞത് വീതി കൂടിയതായ പാത്രം ആയാലും കുഴപ്പമില്ല. അങ്ങനെ പാത്രം എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും. എണ്ണ തേച്ചതിന് ശേഷം നമ്മുടെ മാവുണ്ടല്ലോ അത് ഇതിലോട്ട് വച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ചത് മൂടി വയ്ക്കണം. ഒരു 10 മിനിറ്റോളം നമുക്കത് മൂടി വയ്ക്കണം. അപ്പോഴേക്കും നമ്മുടെ മാവ് ഒന്നുകൂടി പൊന്തി വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ആ പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന്. ഇനി നമുക്ക് ഇതിലോട്ട് മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് എള്ളൊക്കെ ചേർക്കാം. വെള്ള കളറിൽ എള്ളുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ കറുത്തുള്ള ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം മുകളിൽ. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ദോശക്കല്ല് ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 5 മിനിറ്റോളം ഓൾറെഡി ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മളെ മാവ് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതിന് അടിയിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടണം. ഇപ്പോൾ സാധാരണ സ്പൂൺ വെച്ച് തന്നെ നമുക്ക് സൈഡിലൂടെ ചെയ്യാവുന്നതാണ്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാല് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. ഇനി നമുക്ക് ഇങ്ങനെ ഈ സ്പൂൺ ഇതിൻ്റെ അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിലോട്ട് കിട്ടും. അതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കുറച്ച് വിടിപ്പിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് തണുക്കാനായിട്ട് വെക്കണം. തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൺ തുണി മൂടി വയ്ക്കാം, കൂട്ടൻ തുണി കൊണ്ട്.
അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബ്രെഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ആദ്യം തന്നെ. അപ്പം ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ ആ മാവ് കുഴച്ച് വെക്കുന്നതിന് സമയം മാത്രമേ നമുക്ക് പോവുള്ളൂ. നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് അപ്പോൾ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.